പിന്നീട് ഇന്നലെ രാത്രിയിലും ഒരു ആക്രമണ ശ്രമം ഉണ്ടായി. പക്ഷേ അത് മറ്റു GCC രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് താരതമ്യേന കുറവാണ്. താരതമ്യേന ചെറിയ ആക്രമണ ശ്രമമാണ് ഇവിടേക്ക് നടന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും ഇന്ന് വീണ്ടും ആക്രമണ ശ്രമം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ചിത്രം. പ്രത്യേകിച്ചും ഇറാനിലെ പരമോന്നത നേതാവിന്റെ കൊലപാതകത്തിന് ശേഷം രൂക്ഷമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും വിവിധ കോണുകളിലേക്ക്, പ്രത്യേകിച്ച് വിവിധ GCC രാജ്യങ്ങളിലേക്ക് ഇന്നുണ്ടാകുന്നത്. അതിന്റെ ഒരു ചിത്രത്തിൽ തന്നെ അത് വ്യക്തമാണ്. പ്രത്യേകിച്ച് ഒമാൻ ഉൾപ്പെടെ നേരത്തെ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യങ്ങളിലേക്ക് പോലും ആക്രമണം തുടരുന്നു. കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്ന സ്ഥിതിയുണ്ട്. ഇതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത് പോലെ തന്നെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കും എല്ലാം കപ്പലുകൾ നീങ്ങുന്ന വളരെ സുപ്രധാനമായ ഈ കടൽ പാതയിലേക്ക് ഹെപ്പക്ലോയിഡ് പോലുള്ള അന്താരാഷ്ട്ര ഷിപ്പിംഗ് ലൈനുകൾ അവരുടെ സർവീസ് റദ്ദാക്കിയതായ റിപ്പോർട്ട് കൂടി ഈ ഒരു നിമിഷം വരുന്നുണ്ട്. ഇത് വരും മണിക്കൂറുകളിൽ ഒരു പക്ഷേ സൗദിയുടെയും UAE-യുടെയും ഒമാന്റെയും എല്ലാം തന്നെ സാമ്പത്തിക രംഗത്തെ ബാധിക്കാൻ ഇടയുള്ള ഒരു പുതിയ നീക്കം കൂടിയാണ്. പ്രത്യേകിച്ച് ഹെപ്പക്ലോയിഡ് എന്ന് പറയുന്നത് ഈ മേഖലയിലേക്ക് വലിയ തോതിൽ സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനിയാണ്. ഇതോടൊപ്പം തന്നെ മേഴ്സ്ക് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ പ്രതികരണവും അല്പ സമയത്തിനകം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ ഷിപ്പിംഗ് ലൈനുകൾ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഗൾഫിന്റെ വ്യാപാര മേഖലയെ ബാധിക്കും എന്ന് മാത്രമല്ല ചരക്കു നീക്കം സ്തംഭിക്കുന്ന ഘട്ടമുണ്ടാകും. സ്വാഭാവികമായിട്ടും വിവിധ ക്ഷാമത്തിലേക്ക് മറ്റു പോകുന്ന സ്ഥിതിഗതികൾ കൂടുതൽ ദിനങ്ങളിലേക്ക് യുദ്ധം നീളുകയാണെങ്കിൽ അത് സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഏതെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും ഇനി ഉണ്ടാകേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ നിർഭരമായ ഒരു സ്ഥിതിയിലല്ല ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുക. പ്രത്യേകിച്ച് ഇന്നലെ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട ശേഷം ഗൾഫ് രാജ്യങ്ങളുടെ ഒരു തരത്തിലുള്ള പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നും കൂടുതൽ രൂക്ഷമായ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അഫ്താബ്, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ ആയത്തുള്ള അലി ഖാംനയുടെ അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാന്റെ ആക്രമണ ശൈലിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രത്യക്ഷമായ ഒരു മാറ്റം വന്നിട്ടുണ്ടോ? കുറെ കൂടി വ്യാപ്തിയിൽ ആക്രമിക്കുന്ന ഒരു ശൈലിയിലേക്ക് പോയിട്ടുണ്ടോ ഇറാൻ? മഹേഷ്, തീർച്ചയായും. കാരണം ഇന്നിപ്പോൾ രാവിലെ ഇസ്രായേലി ആംബുലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ ഏതാണ്ട് 450-ലേറെ പേരുടെ പരിക്കുകൾ ഇസ്രായേലിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇന്നലെ അവസാന സമയം രാത്രിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിരുന്നു, ഘട്ടം ഘട്ടമായി അവർ ആക്രമണം വർദ്ധിപ്പിക്കുമെന്നവർ സൂചന നൽകിയിരുന്നു. പക്ഷേ ഈ മരണം സ്ഥിരീകരിച്ച ശേഷം ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം അല്പം മുമ്പാണ് വന്നിട്ടുള്ളത്. അത് കൂടുതൽ രൂക്ഷമായ ആക്രമണത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രംപ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ കൂടുതൽ രൂക്ഷമായ മാരകമായ ആക്രമണത്തിലേക്ക് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് ഇറാന്റെ സൈനിക ആസ്ഥാനം, ഒപ്പം തന്നെ അവിടെയുള്ള റോയൽ കോർട്ട് കോംപ്ലക്സ്, ഒപ്പം തന്നെ അവരുടെ കൊട്ടാരം ഉൾപ്പെടെ നിലനിൽക്കുന്ന പ്രദേശം, ഇവിടേക്ക് രൂക്ഷമായ ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവിടെയുള്ള തന്ത്രപ്രധാനമായ 7 മേഖലയിൽ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിട്ടുണ്ട്. അതിന് പിന്നാലെ അല്പം മുമ്പ് ഇസ്രായേലിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടെ വാണിംഗ് സിറണുകൾ മുഴങ്ങുകയാണ്. പല ഭാഗത്തും ആക്രമണം നടക്കുന്നുണ്ട്. വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഇന്നലെ രാത്രി തെൽ-അവീവിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സമാനമായൊരു ചിത്രം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഗൾഫിന്റെ തന്ത്രപ്രധാന മേഖലയിൽ നിലകൊള്ളുന്ന ഇസ്രായേലുമായി ബന്ധമുള്ള രാഷ്ട്രങ്ങളെ പ്രത്യേകം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. അതാണ് UAE-യിലും ബഹ്റൈനിലും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമാനമായ രീതിയിൽ നേരത്തെ നമ്മൾ ഒരുപക്ഷെ ഇതിലൊക്കെ മധ്യസ്ഥത വഹിച്ചിരുന്ന ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഉള്ള US സാന്നിധ്യം അല്ലെങ്കിൽ US സൈനിക സാന്നിധ്യം അല്ലെങ്കിൽ അവരുടെ സഹായങ്ങളുള്ള കേന്ദ്രങ്ങളിലേക്കെല്ലാം തന്നെ ഇപ്പോൾ ആക്രമണം നടക്കുന്നതാണ് നിലവിലുള്ള സ്ഥിതി. ഏതായിരുന്നാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം വിമാന സർവീസുകൾ പൂർണ്ണമായിട്ടും റദ്ദാക്കിയിട്ടില്ല, വ്യോമപാത പൂർണ്ണമായും അടച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ചില സർവീസുകൾ മാത്രമാണ് ഇവിടെ റദ്ദാക്കിയിട്ടുള്ളത്. താരതമ്യേന ശാന്തമാണ് സൗദി അറേബ്യയിലെയും ഒമാനിലെയും സ്ഥിതി. മറ്റ് GCC രാജ്യങ്ങളിലെ സ്ഥിതി അല്പം കൂടി ആശങ്കാജനകമാണ് എന്ന് ഈ ഒരു നിമിഷം പറയേണ്ടി വരും.